Hi students, നമ്മൾ ഡി ആൻഡ് എഫ് എലമെന്റ്സ് ഒക്കെ ആയിരുന്നല്ലോ നോക്കിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് സെക്ഷനിൽ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോപ്പർട്ടീസും കാര്യങ്ങളാണ് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. എന്തായിരുന്നു ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും മിഡിൽ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിനെ നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. 8 മുതൽ എത്ര വരെയായിരുന്നു? 12 വരെ ഗ്രൂപ്പുകളിലുള്ള ആൾക്കാരായിരുന്നു നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അവർ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കായിരുന്നു. പിന്നെ അവർ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കാനുള്ള റീസൺ എന്താണ്? ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് എൻ്റർ ചെയ്യുന്നത് പെനൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലിലേക്ക് ആയതുകൊണ്ടിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ എലമെന്റ്സിനെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ അതുകൂടെ ട്രാൻസിഷൻ എലമെന്റ്സ്, അങ്ങനെ ഒരു പേരും കൂടി വന്നില്ലേ? അതിന്റെ റീസൺ എന്തായിരുന്നു? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കാനുള്ള റീസൺ, അതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹൈ ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള എസ് ബ്ലോക്കിൽ നിന്നിട്ട് ലോ ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള പി ബ്ലോക്കിലേക്ക് ഇടയിലുള്ള വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ്. അപ്പൊ ഹൈ ഇലക്ട്രോപോസിറ്റീവിൽ നിന്ന് ലോ ഇലക്ട്രോപോസിറ്റീവിലേക്കുള്ള ട്രാൻസിഷൻ ആണ് ആരിലൂടെ നടക്കുന്നത്? നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിലൂടെ നടക്കുന്നത് അല്ലേ. അപ്പോൾ എത്ര സീരീസ് ഉണ്ടെന്ന് നോക്കിയാൽ അതിന്റെ അയണൈസേഷൻ എന്താൽപ്പിക്കുള്ള പ്രത്യേകതകൾ, മെറ്റാലിക് ക്യാരക്ടർ എങ്ങനെയാണ്, അയോണിക് റേഡിയ എങ്ങനെയാണ്, അറ്റോമിക് റേഡിയ എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും അവരുടെ കുറച്ച് പ്രോപ്പർട്ടീസും അങ്ങനെയുള്ള കുറച്ച് അധികം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. അലോയ്സ് ഫോം ചെയ്യോ, കോർഡിനേഷൻ എന്താണ്, ഓക്സിഡേഷൻ നമ്പേഴ്സിന്റെ ഇത്ര വേരിയേഷൻ വരാനുള്ള റീസൺ എന്താണ്, കളേർഡ് കോമ്പൗണ്ട്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിരുന്നു? കഴിഞ്ഞ സെക്ഷൻസിൽ നോക്കിയിരുന്നു. ഇനി നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ വരുന്നവരിൽ സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് എന്താണ്, കുറച്ചധികം രണ്ട് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ്, നമുക്ക് രണ്ട് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ആണ് എന്ത് ഡി ബ്ലോക്ക് എലമെന്റ്സിനൊക്കെ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റും, ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയണത് ഏതായിരുന്നു? നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റും, പിന്നെന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇതിൽ പറയുന്ന ക്രോമേറ്റ് എന്ന് പറയുന്ന ആളും പിന്നെ മാംഗനീസ് എന്ന് പറയുന്ന ആളും ഏത് ബ്ലോക്കിലുള്ളതാണ്? നമ്മുടെ ഡി ബ്ലോക്കിലുള്ള ആൾക്കാരാണല്ലേ. ഏതൊക്കെയാണ്? ക്രോമേറ്റ് CR എന്ന് പറയുന്ന ക്രോമേറ്റ് എന്ന് പറയുന്ന എലമെന്റും മാംഗനീസ് MN എന്ന് പറയുന്ന എലമെന്റും ഏത് ബ്ലോക്കിലുള്ളതാണ്? നമ്മുടെ ഡി ബ്ലോക്കിലുള്ളതാണ്. അപ്പൊ ഈ രണ്ട് കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ പ്രിപ്പറേഷനും കുറച്ച് കെമിക്കൽ പ്രോപ്പർട്ടീസും എന്തൊക്കെയാണെന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് കോമ്പൗണ്ട് ചെയ്തെടുക്കാം. നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അല്ലെ. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ഫോർമുല എന്താണടാ? K2Cr2O7 അല്ലെ. K2Cr2O7. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെയോ? KMnO4 അല്ലെ. KMnO4ഉം K2Cr2O7 പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആളാരായിരുന്നു? നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്താന്ന് നോക്കിക്കേ. സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സിൽ ആദ്യത്തെ ആളാണ് എന്ത്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്തായിരുന്നു? K2Cr2O7 ആണ്. എന്താണ്? K2Cr2O7 ആണ് നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ലെതർ ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അസോ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഓക്സിഡന്റ് ആയിട്ടും ആരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കളർ എന്തായിരിക്കും വരുന്നത്? ഒരു അസിഡിക് സൊല്യൂഷനിലാണെങ്കിൽ ഒരു കളറും ബേസിക് സൊല്യൂഷനിലാണെങ്കിൽ വേറൊരു കളർ, ഒരു ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ കളേഴ്സിലാണ് ഫോം ചെയ്യുന്നത്. അത് ഏത് സൊല്യൂഷനിൽ ഏത് കളർ എന്നുള്ളത് നമുക്ക് ഈ സെക്ഷന്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം. അപ്പൊ അതിനു മുന്നേ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഏതൊക്കെ സെക്ഷൻസിലാണ് ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു? നമ്മുടെ ലെതർ ഇൻഡസ്ട്രിയിൽ. രണ്ടെന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് അസോ കോമ്പൗണ്ട്സിന്റെ പ്രിപ്പറേഷൻ ടൈമിൽ നമ്മളൊരു ഓക്സിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്ര ഓക്കെ ആണല്ലോ. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ മെത്തേഡുകൾ എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം അല്ലെ. ആദ്യം നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടല്ലേ നമുക്ക് അതിന്റെ യൂസ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ആദ്യത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ
ക്രോമേറ്റ് ഓറിൽ നിന്നിട്ടാണ്. ക്രോമേറ്റ് ഓർ ഏതാന്ന് നോക്കിക്കേ, FeCr2O4. FeCr2O4നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രോമൈറ്റ് ഓർ. ഈ ക്രോമൈറ്റ് ഓറിൽ നിന്നിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ ആണല്ലോ. ക്രോമൈറ്റ് ഓറിൽ നിന്നിട്ട് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്രോമൈറ്റ് ഓർ എന്താന്ന് നോക്കിക്കേ, FeCr2O4. FeCr2O4. നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ഇക്വേഷൻ എന്താണ്, K2Cr2O7. അപ്പൊ ഇവിടെ Cr ഉണ്ട്, O ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ K ആണ് അഡീഷണലി ആഡ് ചെയ്യുന്നത്. പിന്നെ ഓക്സിജന്റെ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യിപ്പിക്കാനുണ്ട്. അപ്പോൾ FeCr2O4 എന്ന് പറയുന്ന ക്രോമൈറ്റ് ഓറിൽ നിന്നിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ സ്റ്റെപ്പ് നോക്കിക്കേ. നമ്മുടെ ക്രോമേറ്റ് ഓറിനെ എന്തായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു, സോഡിയം ബൈകാർബണേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ സോഡിയം ബൈകാർബണേറ്റും ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടുന്നു, സോഡിയം ക്രോമേറ്റ് കിട്ടുന്നു. സോഡിയം ബൈകാർബണേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ എന്താ കിട്ടിയിരിക്കുന്നത്, സോഡിയം സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ക്രോമേറ്റ് ഓർ കിട്ടിയല്ലേ, സോഡിയം ക്രോമേറ്റ് കിട്ടി. പിന്നെന്താ, Fe2O3 കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. ഇത്രയൊക്കെ ആണല്ലോ. സോഡിയം ക്രോമേറ്റ് ആണ് ഇവിടെ എന്തുണ്ടാവുന്നത്, സോഡിയം ബൈകാർബണേറ്റ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആളാണ് എന്ത്, സോഡിയം ക്രോമേറ്റ്. സോഡിയം ക്രോമേറ്റ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടാവുന്നത്. ഇവിടെ ക്രോമൈറ്റ് പറയാൻ കാരണം എന്തായിരുന്നു, ഇവിടെ 2 ക്രോമിൻ ആറ്റം ഉണ്ടായിരുന്നു അല്ലെ. ഇവിടെ ക്രോമേറ്റ് ആണ്, ഒരു ക്രോമിനെ ഉള്ളൂ. അപ്പൊ സോഡിയം ക്രോമേറ്റ് ഉണ്ടാവുന്നു. എന്ത്, നമ്മുടെ ക്രോമൈറ്റിനെ പൊട്ടാസ്യം സോഡിയം ബൈകാർബണേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ സോഡിയം ക്രോമേറ്റ് ഉണ്ടാവുന്നു. എന്നിട്ട് നമ്മൾ ഈ സോഡിയം ക്രോമേറ്റിനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ യൂസ് ചെയ്യിക്കുന്നത്. സോഡിയം ക്രോമേറ്റിനെ നമ്മൾ എന്തെന്ന്, സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യിക്കാനാണ്. എന്താണ്, സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യിക്കുമ്പോൾ എന്താണ്, സോഡിയം ഡൈക്രോമേറ്റ് ഉണ്ടാവുന്നു. എന്തുണ്ടാവുന്നു, സോഡിയം ഡൈക്രോമേറ്റ്. നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ് വേണ്ടത്, പക്ഷെ നമ്മുടെ സോഡിയം ക്രോമേറ്റിനെ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യിച്ചപ്പോൾ എന്തുണ്ടായി, സോഡിയം ഡൈക്രോമേറ്റ് ഉണ്ടായല്ലേ. ഈ സോഡിയം ഡൈക്രോമേറ്റ് ആണ് നമുക്ക് ഇവിടെ എന്ത് ഫോം ചെയ്തിരിക്കുന്നത്, എന്തായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ, നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഓക്കെ അല്ലേ, സോഡിയം ഡൈക്രോമേറ്റ് ഉണ്ടായി. സോഡിയം ഡൈക്രോമേറ്റ് എന്താണ്, ഈ നമ്മുടെ H2SO4 നമുക്ക് അസിഡിഫൈ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സോഡിയം ഡൈക്രോമേറ്റ് കിട്ടുന്നത് കേട്ടോ. ഇനി ഈ സോഡിയം ഡൈക്രോമേറ്റിനെ എന്താക്കി മാറ്റണം, നമുക്ക് വേണ്ട പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആക്കി മാറ്റണം അല്ലെ. നമുക്ക് വേണ്ടുന്ന ആളാരാണ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, സോഡിയം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത് KCl സൊല്യൂബിൾ ആണ്. എന്താണ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റും സോഡിയം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത് KCl സൊല്യൂബിൾ ആണ്. അപ്പൊ നമ്മൾ KClലേക്ക് ആരെ ആഡ് ചെയ്യാണ്, നമ്മുടെ സോഡിയം ഡൈക്രോമേറ്റിനെ ആഡ് ചെയ്യാണ്. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു, ഈ സോഡിയത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് ആര് വരുന്നു, നമ്മുടെ പൊട്ടാസ്യം വരുന്നു. ആര് വരുന്നു, ഈ സോഡിയത്തിനെ ഇത് റീപ്ലേസ് ചെയ്തിട്ട് ആര് വരുന്നു, നമ്മുടെ പൊട്ടാസ്യം വരികയാണ്. പൊട്ടാസ്യം വന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഫോം ചെയ്യാൻ ഇൻ അഡീഷൻ വിത്ത് സോഡിയം ക്ലോറൈഡും ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആരായിരുന്നു, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. അപ്പൊ ഈ സോഡിയം ഡൈക്രോമേറ്റ് എന്ന് പറയുന്ന ആള് ആരിൽ സൊല്യൂബിൾ ആണെടാ, നമ്മുടെ KCl സൊല്യൂബിൾ ആണ്. അപ്പൊ KCl സൊല്യൂബിൾ ആയതുകൊണ്ട് അവിടുത്തെ സോഡിയത്തിന് റീപ്ലേസ് ചെയ്തിട്ട് ആര് കയറി വരുന്നു, നമ്മുടെ പൊട്ടാസ്യം കയറി വരികയും പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സോഡിയം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത് ഹോട്ട് ആയിട്ടുള്ള ആളാണ്. ഹോട്ട് ആയിട്ടുള്ള സോഡിയം ഡൈക്രോമേറ്റ് ആണ് നമ്മുടെ എന്തിൽ സൊല്യൂബിൾ ആവുന്നത്, നമ്മുടെ KClലേക്ക് സൊല്യൂബിൾ ആവുന്നത്. അങ്ങനെ KCl സൊല്യൂബിൾ ആയിട്ട് നമ്മൾ ഫിൽട്രേറ്റ് എടുത്ത് മാറ്റുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടുന്നത്. ഇത്ര ഓക്കെ അല്ലേ. ഏതൊക്കെ സ്റ്റെപ്പിലൂടെയായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് വെച്ചത്, നോക്കിക്കേ. ആദ്യം ക്രോമൈറ്റിൽ നിന്നിട്ട് നമ്മൾ എന്ത്, സോഡിയം ബൈകാർബണേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ സോഡിയം ക്രോമേറ്റ് ഉണ്ടായി അല്ലെ. ക്രോമൈറ്റ് ഓറിൽ നിന്നിട്ട് എന്ത്, നമ്മുടെ സോഡിയം ബൈകാർബണേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ എന്തുണ്ടായി, സോഡിയം ക്രോമേറ്റ് ഉണ്ടായി. ഈ സോഡിയം ക്രോമേറ്റിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു, H2SO4 ആയിട്ട് അസിഡിഫൈ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ അസിഡിഫൈ ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, നമുക്ക് സോഡിയം ഡൈക്രോമേറ്റ് കിട്ടുന്നു. നമുക്ക് പക്ഷെ സോഡിയം ഡൈക്രോമേറ്റിൽ നിർത്താൻ പറ്റില്ല, നമുക്ക് ആവശ്യമുള്ള ആളാരാണ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അതായത് ചൂട് പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു, KCl ആയിട്ട്
KCl ഇത് സംഭവം സോലുബിൾ ആണ്. അപ്പൊ KCl ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നൂടാ? K2Cr2O7, അതായത് എന്താണ്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. നമുക്ക് ആവശ്യമായിട്ടുള്ള കോമ്പൗണ്ട്, അതായത് ഡി ബ്ലോക്കിലെ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് ആയിട്ടുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തു അല്ലെ. 3 സ്റ്റെപ്പുകൾ മാത്രമാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷനിലുള്ളത്. 3 സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്ത് ചെയ്യാം മക്കള്? വേഗം ഒന്ന് എഴുതിയെടുക്കുക. ഈ സ്റ്റെപ്പുകൾ വേഗം ഒന്ന് എഴുതിയെടുക്കുക. ഈ 3 സ്റ്റെപ്പുകൾ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ എഴുതാം. 4 മാർക്ക് അവിടെ കിട്ടുന്നതാണ്. അപ്പൊ 4 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്കിത് ചോദിക്കും. 4 മാർക്കിന് ചോദിക്കും. ഇപ്പൊ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നിന്റെ അല്ലെങ്കിൽ നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ KMnO4ന്റെ പ്രിപ്പറേഷൻ ആയിരിക്കും ചോദിക്കുക. അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ എന്തായാലും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതെന്തായാലും നിങ്ങൾ ഓർത്ത് വെച്ചേക്കണേ. നെക്സ്റ്റ് നോക്കിക്കേ, ഇതിന്റെ കളർ മിസ് പറഞ്ഞില്ലേ, കളർ പല പല കളറാണെന്ന്. ഇത് നോക്കിക്കേ, ഈ പൊട്ടാസ്യം ഡൈക്രോമേറ്റിനൊക്കെ ഇന്റർ കൺവേർട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ അസിഡിക് മീഡിയത്തിൽ എന്ത് കളറായിട്ടാണ് നിൽക്കുന്നത്? ഒരു ഓറഞ്ച് കളറും, അതുപോലെ ബേസിക് മീഡിയത്തിൽ എന്ത് കളറായിട്ടാണ് നിൽക്കുന്നത്? യെല്ലോ കളറായിട്ടാണ് നിൽക്കുന്നത്. ക്രോമേറ്റോറിനെ ഡൈക്രോമേറ്റ് ആക്കാനും അതേപോലെ ഡൈക്രോമേറ്റിനെ ക്രോമേറ്റ് ആക്കാനും പറ്റും. അതാണ് ഇന്റർ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞത്. അതെങ്ങനെയാന്ന് വെച്ച് കാണിച്ചു തരാം. അതുകൂടാതെ അസിഡിക് മീഡിയത്തിൽ അത് എന്ത് കളറാണ്? ഓറഞ്ച് കളറും, ബേസിക് മീഡിയത്തിൽ എന്ത് കളറാണ്? യെല്ലോ കളറായിട്ടാണ് കാണുന്നത്. ഓക്കെ അല്ലേ? 2 കളർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അസിഡിക്കിൽ ഏതാണ്? ഓറഞ്ച്, ബേസിക്കിൽ ഏതാണ്? അതുപോലെ യെല്ലോ. ഓക്കെ ആണല്ലോ? 2 കളേഴ്സ് ആണ് നമുക്ക് ആർക്കുള്ളത്? പൊട്ടാസ്യം ഡൈക്രോമേറ്റിനുള്ളത്. ഇനി ഇന്റർ കൺവേർട്ടബിൾ ആണെന്ന് പറഞ്ഞല്ലോ. അതെ, ക്രോമേറ്റോറിനെ ഡൈക്രോമേറ്റ് ആക്കതെ ആസിഡിന്റെ പ്രസൻസിലേക്ക്. H+ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡിന്റെ പ്രസൻസ്. ആസിഡിന്റെ പ്രസൻസ് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ഡൈക്രോമേറ്റ് കിട്ടി അല്ലേ? ദേ ഇത് ഡൈക്രോമേറ്റ് ആണ്. രണ്ട് ക്രോമിൻ ഇല്ലേ? ഡൈക്രോമേറ്റ് കിട്ടി. ഈ ഡൈക്രോമേറ്റിന് എന്തിന്റെ പ്രസൻസ്? ഇത് ബേസിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്തപ്പോ എന്ത് കിട്ടി? ഇവിടെ നമുക്ക് ക്രോമേറ്റ്. ഒരു ക്രോമിനല്ലേ ഉള്ളൂ, ക്രോമേറ്റും കിട്ടി. ക്രോമേറ്റിനെ ആസിഡിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡൈക്രോമേറ്റും കിട്ടി. ഡൈക്രോമേറ്റിനെ ബേസിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്രോമേറ്റും കിട്ടി. അതാണ് ക്രോമേറ്റിന്ന് ഡൈക്രോമേറ്റും ഡൈക്രോമേറ്റിന്ന് ക്രോമേറ്റും ആക്കാൻ പറ്റും. അതാണ് ഇന്റർ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഇന്റർ കൺവേർട്ടബിൾ ആണ്. അതുകൊണ്ട് 2 രീതിയിൽ, ഓരോ അസിഡിക്കിലാണെങ്കിൽ അത് ഓറഞ്ച് കളറിലും ബേസിക്കിലാണെങ്കിൽ അത് എന്ത് കളറിലാണ് കാണപ്പെടുന്നത്? യെല്ലോ കളറിലും കാണപ്പെടാൻ പറ്റുമെന്ന് പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ? ദേ ആർ ഇന്റർ കൺവേർട്ടബിൾ. ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം ക്രോമേറ്റ് to dichromate and also from dichromate to chromate. അത് എഴുതിയാൽ മാത്രം മതി. എന്ത് പല 2 കളേഴ്സ് കാണിക്കുന്നതിന്റെ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇത്രയും ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും ഓക്കെ ആയില്ലേ? ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? ഇതിന്റെ സ്ട്രക്ചർ, ക്രോമേറ്റിന്റെയും ഡൈക്രോമേറ്റിന്റെയും സ്ട്രക്ചർ എങ്ങനെയാ വരുന്നതെന്ന് ചോദിക്കും. സ്ട്രക്ചർ വരച്ച് കാണിക്കാനും പറയും. അത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് എന്ത്? ഈ ക്രോമേറ്റിന്റെ സ്ട്രക്ചർ വരെ, അല്ലെ ക്രോമേറ്റിന്റെ അല്ലെങ്കിൽ ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള കാര്യം പറയുന്നത്. നോക്കിയാലോ? നോക്കിക്കേ, 2 സ്ട്രക്ചർ. ഇത് ക്രോമേറ്റ്. ഒരു ക്രോമിനുള്ളതിന് എന്താണ്? ക്രോമേറ്റ്. ക്രോമിന്റെ നോക്കിക്കേ, ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ NH3ന്റെ ഒക്കെ കേസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ടെട്രാഹെഡ്രൽ ആണെന്ന്. സെയിം സാധനം തന്നെ. ക്രോമേറ്റിലേക്ക് 4 ഓക്സിജൻ വന്നിരിക്കുന്നു. 4 എങ്ങനെയാണ്? ഇങ്ങനെ വന്നിരിക്കുന്നു. മുകളിലേക്ക് ഒരു ഓക്സിജൻ. 3 എണ്ണം ഉണ്ട്, 3 ഓക്സിജൻ. പിന്നെ മുകളിലേക്ക് ഒരു ഓക്സിജൻ. പിന്നെ എന്ത് ഷേപ്പാണ്? ടെട്രാഹെഡ്രൽ ആണ്. അപ്പൊ 2- എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിന് പുറത്ത് കൊടുക്കുകയും വേണേ, ക്രോമേറ്റോർ ആയതുകൊണ്ട്. അതിന്റെ ക്രോമേറ്റോറിന്റെ എന്ത് അയോണിന്റെ വാല്യൂ കൊടുക്കണം. 2- CrO4 ഉണ്ട്. CrO4 2- ആണിത്. CrO4 2- ആണിത്. അതാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? സ്ട്രക്ചർ ആയിട്ട് വരച്ച് കാണിച്ചിരിക്കുന്നത്. എന്ത് ഷേപ്പാണ്? ടെട്രാഹെഡ്രൽ ഷേപ്പാണ്. എന്ത് ഷേപ്പാണ്? ക്രോമേറ്റിന് ടെട്രാഹെഡ്രൽ ഷേപ്പാണ് ക്രോമേറ്റുകൾ കാണിക്കുന്നത്. ഇനി ഡൈക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ 2 ക്രോമിൻ അല്ലേ? 2 ക്രോമിനെ ഒരു കോമൺ ആയിട്ടുള്ള ഓക്സിജൻ വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഒരു ടെട്രാഹെഡ്രോൺ, 2 tetrahedron are which is combined with a common oxygen the same point. അത് ഓർത്തിരിക്കണേ. നോക്കിക്കേ, ഒരു 2 tetrahedron. ഇത് 2 tetrahedron. ഇതൊരു ഓക്സിജൻ ആയിട്ട് വിചാരിക്കുക. സോറി, മാഞ്ഞുവല്ലോ. ഇത് നോക്കിക്കേ, ഇതൊരു ഓക്സിജൻ, ഈ ഒരു ക്രോമേറ്റിന്റെ ഒരു ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണെന്ന് വിചാരിക്കുക. അതേപോലെ ഇപ്പുറത്ത് നോക്കുമ്പോൾ എന്തുണ്ട്? ഒരു ടെട്രാഹെഡ്രൽ ഷേപ്പ് ഉണ്ട്. 2 ക്രോമിനെയും ഒരു കോമൺ ആയിട്ടുള്ള ഓക്സിജൻ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? 2 ക്രോമിനെയും ഒരു കോമൺ ആയിട്ടുള്ള ഓക്സിജൻ വെച്ചിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പൊ ഈ ഒരു ടെട്രാഹെഡ്രൽ ഷേപ്പും ഇതും കൂടി കമ്പൈൻ വിത്ത് സെയിം അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഓക്സിജൻ. അപ്പൊ 2 tetrahedrons are connected with the same
ഓക്സിജൻ അല്ലെങ്കിൽ കോമൺ ഓക്സിജൻ. അങ്ങനത്തെ ഒരു ഷേപ്പാണ് ആർക്ക് വരുന്നത്? നമ്മുടെ ഡൈക്രോമേറ്റിന്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്താണ്? Cr2O7 2-. Cr2O7 ആണ് എന്ത്? നമ്മുടെ ഡൈക്രോമേറ്റിന്. Cr2O7 2-. ഇത് 2 Cr ഉണ്ട്, O 7 ഉണ്ട്, 2-. ഓക്കെ ആണല്ലോ. അപ്പൊ ടെട്രാഹെഡ്രലും ആയിട്ട് നമ്മൾ ക്രോമേറ്റിന് പറയുന്നു. ഇതിനാണെങ്കിൽ 2 ടെട്രാഹെഡ്രോൺ എന്തിനെ ഒരു കോമൺ ഓക്സിജൻ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്തിരിക്കുകയാണ്. അതെന്ത് ഷേപ്പിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഡൈക്രോമേറ്റിന്റെ ഷേപ്പ് മനസ്സിലായി, ക്രോമേറ്റിന്റെ ഷേപ്പ് മനസ്സിലായി. ഇത് എളുപ്പമാണല്ലോ. ഇത് ചോദിച്ചു തന്നെ വരയ്ക്കാൻ എളുപ്പമല്ലേ? നമ്മൾ ടെട്രാഹെഡ്രൽ ഷേപ്പ് ഓർത്തിട്ട് മതി. പക്ഷെ ഡൈക്രോമേറ്റിന് ഒരു കോമൺ ആയിട്ടുള്ള ഓക്സിജനിലേക്ക് എന്ത് ചെയ്യുക? ബോണ്ട് ചെയ്ത് വെക്കുക. ഇത്ര ഓക്കെ അല്ലേ? ഇതാണ് നമുക്ക് ഡൈക്രോമേറ്റിന്റെ അല്ലെങ്കിൽ ക്രോമേറ്റിന്റെ ഷേപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ളത്. ഇത്രയും സെറ്റായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡൈക്രോമേറ്റുകളുടെ റിയാക്ഷൻസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഡൈക്രോമേറ്റുകളുടെ റിയാക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, ആദ്യത്തെ റിയാക്ഷൻ എന്താ? ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡൈക്രോമേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് ആദ്യത്തെ റിയാക്ഷൻ. ഡൈക്രോമേറ്റിനെ ഹീറ്റ് ചെയ്തപ്പോ എന്ത് കിട്ടി? ഇവിടെ K2Cr2O7 ആയിരുന്നു. ഇവിടെ എന്ത് കിട്ടി? K2CrO4 ആയിട്ട് കിട്ടി അല്ലെ? K2CrO4 ആയിട്ട് കിട്ടി. അപ്പൊ എന്താ കിട്ടുന്നത്? നമുക്ക് പൊട്ടാസ്യം ക്രോമേറ്റും, ഇതെന്താണ്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയിരുന്നു. ഇതൊരു ക്രോമേറ്റ് അല്ല. ഇതിപ്പോ എന്താണ്? പൊട്ടാസ്യം ക്രോമേറ്റും, പിന്നെ ഇതെന്താണ്? ക്രോമിക് ഓക്സൈഡ്. പൊട്ടാസ്യം ക്രോമേറ്റും ക്രോമിക് ഓക്സൈഡ് ആണ് ഫോം ചെയ്യിക്കുന്നത് വിത്ത് അഡീഷൻ വിത്ത് ഓക്സിജൻ. അപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ ഹീറ്റ് ചെയ്യിച്ചപ്പോൾ എന്ത് കിട്ടി? ഒരു ക്രോമേറ്റ് പോയിട്ട് അത് ക്രോമിക് ഓക്സൈഡ് ആയിട്ട് മാറി. ഹീറ്റ് ചെയ്യിച്ചപ്പോൾ എന്തായിട്ട്? ക്രോമിക് ഓക്സൈഡ് ആയിട്ട് മാറുകയും പൊട്ടാസ്യം ക്രോമേറ്റ് ഉണ്ടാവുകയും ചെയ്തു. പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ നിന്നിട്ട് പൊട്ടാസ്യം ക്രോമേറ്റും ക്രോമിക് ഓക്സൈഡും ഉണ്ടാവാണ് എന്ത് ചെയ്തപ്പോ? ഹീറ്റ് ചെയ്തപ്പോ. ഇനി ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ചെയ്യണത് നോക്കിക്കേ. H+ന്റെ പ്രസൻസിൽ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയപ്പോ നോക്കിക്കേ എന്ത് കിട്ടിയെന്ന്? ക്രോമിൻ, ഫ്രീ ക്രോമിൻ ആയിട്ട് കിട്ടിയത് അല്ലെ? Cr3+ ആയിട്ട് നമുക്ക് ഫോം ചെയ്യണം. ഇതാണ് ഓക്സിഡൈസിങ് ഏജന്റിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞത്. Cr2O4 2-, H+ന്റെ പ്രസൻസിൽ എന്ത്? നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ് ഓക്സിഡൈസിങ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. H+ന്റെ പ്രസൻസിൽ 6 ഇലക്ട്രോൺ പോയിട്ട് നമുക്ക് ഇവിടെ എന്ത് സംഭവിക്കുന്നു? Cr3+ ആയിട്ട് മാറുന്നു അല്ലെ? Cr3+ ആയിട്ട് മാറാണ്. പിന്നെ വാട്ടറും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓക്സിഡൈസിങ്ങിന്റെ റിയാക്ഷനും. പിന്നെ അതുകൂടാതെ എന്ത്? നമ്മുടെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത് എന്നുള്ള റിയാക്ഷനും. ഇനി നമുക്ക് നോക്കാനുള്ളത് നോക്കിക്കേ, ഓക്സിഡേഷൻ റിയാക്ഷൻ ഓഫ് അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓരോ സാധനങ്ങളെ എങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യുന്നു എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ റിയാക്ഷൻസ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ അസിഡിഫൈ ചെയ്തതിന് അതിന് ഓക്സിഡേഷൻ റിയാക്ഷൻസ് നടത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് അയഡിനെ അയഡൈഡ് ആയിട്ട് മാറ്റുന്നുണ്ട്. അതുപോലെ ഫെറസ് സാൾട്ടിനെ ഫെറിക് സാൾട്ട് ആയിട്ട് മാറ്റുന്നുണ്ട്. ഹൈഡ്രജൻ സൾഫൈഡിനെ സൾഫർ ആക്കി മാറ്റുന്നുണ്ട്. എന്ത്? അസിഡിഫൈഡ് ആയിട്ടുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അത് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത്. ഏത്? നമ്മുടെ അസിഡിഫൈഡ് ആയിട്ടുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത്. വിച്ച് കൺവേർട്സ് അയഡിൻ ടു അയഡൈഡ്. അയഡിനെ അയഡൈഡ് ആയിട്ട് മാറ്റുന്നുണ്ട്. അതുകൂടെ ഫെറസ് സാൾട്ട് Fe2+ എന്തായിരുന്നു? ഫെറസ് സാൾട്ട് ആണ്. അതിനെ Fe3+ ആക്കി ഫെറിക് സാൾട്ട് ആക്കി മാറ്റുന്നു. ദെൻ എന്താണ്? ഹൈഡ്രജൻ സൾഫൈഡിനെ സൾഫർ ആക്കി മാറ്റുന്നു. ഹൈഡ്രജൻ സൾഫൈഡിനെ നമ്മൾ സൾഫർ ആക്കി മാറ്റാണ്. അപ്പോൾ അയഡിൻ ടു അയഡൈഡ്, ഫെറസ് ടു ഫെറിക് സാൾട്ട് ആണ്. പിന്നെ ഹൈഡ്രജൻ സൾഫൈഡ് ടു സൾഫർ. ഇതൊക്കെയാണ് നമ്മുടെ ഓക്സിഡേഷൻ റിയാക്ഷൻ ഓഫ് എന്ത്? അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഇത്രയും സെക്ഷൻസ് ഓക്കെ ആയില്ലേ? ഇത്രയും സെക്ഷൻസ് ആണ് നമുക്ക് നോക്കിയത്. അപ്പൊ ഹീറ്റ് ചെയ്തതിനപ്പോ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലായി. പിന്നെ എന്തായിരുന്നു നമ്മൾ നോക്കിയത്? ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു മനസ്സിലായി. പിന്നെ അതുപോലെ അസിഡിഫൈ ചെയ്തിട്ടുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്തൊക്കെ ഓക്സിഡേഷൻ റിയാക്ഷൻസ് ആണ് നടക്കുന്നതെന്ന്, എന്തൊക്കെ കൺവേർട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതിന്റെ യൂസസ് എന്താണെന്നാണ് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. ഇപ്പൊ ഓക്സിഡൈസിങ് ഏജന്റും കാര്യങ്ങളും മനസ്സിലായപ്പോ ഇതെന്താ മനസ്സിലായത്? ഇത്രയും ഓക്സിഡൈസിങ് റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്യുന്നുണ്ട് ആര്? നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അതുകൊണ്ട് തന്നെ ഇതെന്താ? പവർഫുൾ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് മനസ്സിലായി. പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പിന്നെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു
എവിടെ, ഏത് ഇൻഡസ്ട്രിയിൽ? യൂസ്ഡ് ഇൻ ലെതർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂസ്ഡ് ഇൻ ലെതർ ഇൻഡസ്ട്രി. പിന്നെ അതുകൂടാതെ ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ്, ഇത് ലബോറട്ടറി റിയേജന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്തിന്? വോളുമെട്രിക് അനാലിസിസിന് വേണ്ടിയിട്ട്. നമ്മൾ ടൈട്രേഷനും കാര്യങ്ങളും ചെയ്യില്ലേ, അപ്പൊ യൂസ്ഡ് ആസ് ലബോറട്ടറി റിയേജന്റ്. എവിടെ? ഇൻ വോളുമെട്രിക് അനാലിസിസ്. അപ്പൊ 3 യൂസ് പറഞ്ഞു. ഒന്നെന്തായിരുന്നു? പവർഫുൾ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പിന്നെ ലെതർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ? ലബോറട്ടറി റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? വോളുമെട്രിക് അനാലിസിസ്, നമ്മുടെ ടൈട്രേഷൻ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. അപ്പൊ കളറിന്റെ ചേഞ്ചസ്, ഇത് കളേർഡ് കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞല്ലോ. ഡി ബ്ലോക്ക് എലമെന്റ്സിൽ എന്താണ്? കളേർഡ് കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാവുന്നത്. കളേർഡ് കോമ്പൗണ്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടൈട്രേഷൻ ചെയ്യുമ്പോൾ കളറിന് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ടൈട്രേഷന്റെ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്മൾ ഫിനോഫ്തലിനും പിന്നെ എന്താ മീഥൈൽ ഓറഞ്ച് ഒക്കെ അല്ലേ നിങ്ങൾ ഇപ്പൊ ലാബിൽ യൂസ് ചെയ്യുന്നത്. എന്താ നിങ്ങൾ ടൈട്രേഷൻ എന്തായാലും ലാബിൽ പ്രാക്ടിക്കൽ സെക്ഷൻസിൽ നിങ്ങൾ എന്തൊക്കെയായിരുന്നു ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മുടെ എന്താണ് മീഥൈൽ ഓറഞ്ചും ഫിനോഫ്തലിനും. അതേപോലെ തന്നെ ഇത് കളർഡ് കോമ്പൗണ്ട്സ് ആണ്. ഇപ്പൊ കളർ ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ വോളുമെട്രിക് അനാലിസിസിൽ എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി ലെതർ ഇൻഡസ്ട്രിയുടെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ ഒരെണ്ണം കൂടി പറഞ്ഞാണ് ഓക്സിഡന്റ്. In the preparation of ആര്? അസോ കോമ്പൗണ്ട്സ് അല്ലേ? പ്രിപ്പറേഷൻ ഓഫ് അസോ കോമ്പൗണ്ട്സിനെ ഓക്സിഡന്റ് ആയിട്ട് നമുക്ക് ആര് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു? നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന് യൂസ് ചെയ്യാൻ പറ്റും. 4 യൂസസ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ഒന്ന് ലെതർ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞത്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞതാണ് എന്ത്? ഓക്സിഡന്റ്, പവർഫുൾ ഓക്സിഡന്റ് ആണ് എന്തിന്? അസോ കോമ്പൗണ്ടിന്റെ പ്രിപ്പറേഷനിൽ. പിന്നെ അതുകൂടാതെ ഓക്സിഡൈസിങ് റിയാക്ഷൻസ് എന്ത് ഭയങ്കര നല്ല രീതിയിൽ നടക്കുന്നു മനസ്സിലായി. ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് മനസ്സിലായിരുന്നു. പിന്നെ നമ്മൾ എഴുതിയത് എന്തായിരുന്നു? വോളുമെട്രിക് അനാലിസിസിൽ ലബോറട്ടറി റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളത്. ഇതൊക്കെയാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷനും കെമിക്കൽ റിയാക്ഷൻസും യൂസസും. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതിന്റെ ഇതേപോലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഇപ്പൊ തന്നെ പറയാം. ഓക്കെ ആണല്ലോ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെ. പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് നോക്കിക്കേ. പർപ്പിൾ കളർ ആയിരിക്കും. നമ്മളത് കണ്ടിട്ടുണ്ടാവും. പർപ്പിൾ കളറിലാണ് എന്തിരിക്കുന്നത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇരിക്കുന്നത്. പിന്നെ ഇതിന്റെ വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ? ചില സ്കിൻ കണ്ടീഷൻസ്, ചില സ്കിന്നിന് അലർജി കാര്യങ്ങളെല്ലാം വരുമ്പോൾ എന്താ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുക? ചൂടുവെള്ളത്തിലിട്ട് കഴുകാനൊക്കെ പറയും. അപ്പൊ ആ സ്കിൻ കണ്ടീഷൻസിനെ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് കാരണം ഉണ്ടാവുന്ന സ്കിൻ കണ്ടീഷൻസിനെ ക്യൂർ ചെയ്യാനായിട്ടും ആരെ കൊണ്ട് പറ്റുന്നുണ്ട്? അപ്പൊ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്താ? ഒരു ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. പിന്നെന്താ? പർപ്പിൾ കളേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണെന്ന് മനസ്സിലായി. പിന്നെ ഇതിന്റെ പ്രിപ്പറേഷൻ ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളതാണ്. ആദ്യത്തെ നോക്കിക്കേ, MnO2 മാംഗനീസ് ഓക്സൈഡിൽ നിന്നിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ആദ്യം നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. മാംഗനീസ് അപ്പൊ ഇതിന്റെ പൈറുലോയ്സ് ആയിട്ട് ഓറൽ നിന്നിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പൈറുലൈസ് ആയിട്ട് ഓറൽ നിട്ടാണ്. അത് KOH ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്യും. KOH ആയിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? K2MnO4 ആണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്? ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോം ചെയ്യുന്നത്. അപ്പോൾ പൊട്ടാസ്യം മാംഗനേറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഫോം ചെയ്യുകയും ഈ പൊട്ടാസ്യം മാംഗനേറ്റ് അസിഡിക് അല്ലെങ്കിൽ ന്യൂട്രൽ സൊല്യൂഷനിലേക്ക് ഇടുമ്പോഴത്തേക്ക് അതെന്ത് ഡിസ്പ്രൊപ്പോർഷനേറ്റ് റിയാക്ഷൻ നടക്കും. അപ്പോൾ ഡിസ്പ്രൊപ്പോർഷനേറ്റ് റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് എന്തുണ്ടാവുന്നു? നമ്മുടെ ആവശ്യമായിട്ടുള്ള കോമ്പൗണ്ട് ഏതാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടാവുന്നു. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈറുലോയ്സ് ആയിട്ട് ഓറലിനെ നമ്മൾ എന്തായിട്ട് ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്? KOH ആയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. KOH ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് പൊട്ടാസ്യം മാംഗനേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. പൊട്ടാസ്യം മാംഗനേറ്റ് ഫോം ചെയ്യുന്നു. ഈ പൊട്ടാസ്യം മാംഗനേറ്റിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആസിഡിൽ നമ്മുടെ ഡിസ്പ്രൊപ്പോർഷനേറ്റ് റിയാക്ഷൻ നടക്കുമ്പോൾ ആസിഡിന്റെ പ്രസൻസിൽ എന്താണ്? ആസിഡിന്റെ അല്ലെങ്കിൽ ന്യൂട്രലിന്റെ പ്രസൻസിൽ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് എന്തുണ്ടാവുന്നു? നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്.
പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടാവുന്നു. ഫ്രം എവിടെ നിന്ന്? പൈറുലോയ്സൈറ്റ് ഓറിൽ നിന്നിട്ടാണ് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാണ് യൂഷ്വലി നമ്മൾ ലബോറട്ടറിയിൽ പ്രിപ്പറേഷൻ മെത്തേഡ് ആയിട്ട് പറയുന്നത്. പക്ഷേ കൊമേഴ്ഷ്യലി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിക്കേ. കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ? മാംഗനീസ് ഓക്സൈഡിനെ എന്താ ഈ പൈറുലോയ്സൈറ്റ് ഓർ മാംഗനീസ് ഓക്സൈഡ് എന്ന് പറയാം, അതിനെ KOH ആയിട്ട് ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നു. പിന്നെന്താണ്? എയർ വെച്ചിട്ട് എന്താ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുകയാണ്. എയറിൽ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുകയും അതിന്റെ കൂടെ തന്നെ എങ്ങനെ ചെയ്യുന്നത്? KOH ആയിട്ട് ഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ KOH ആയിട്ട് ഫ്യൂസ് ചെയ്യിപ്പിച്ച് എയറുമായിട്ട് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമ്മുടെ പൊട്ടാസ്യം മാംഗനേറ്റ് കിട്ടുന്നു അല്ലെ. പൊട്ടാസ്യം മാംഗനേറ്റ് കിട്ടുകയാണ്. അതിനെ ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷന് വിധേയമാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഓക്സിഡേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. പൊട്ടാസ്യം മാംഗനേറ്റിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യിപ്പിക്കുന്നത്? ഓക്സിഡേഷൻ നടത്തിപ്പിക്കുന്നത്. പൊട്ടാസ്യം മാംഗനേറ്റിനെ ഓക്സിഡേഷൻ നടത്തിക്കുമ്പോൾ ഓക്സിഡേഷന് ശേഷം നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ കോമ്പൗണ്ട് ആയിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് കോമ്പൗണ്ട്. അപ്പോൾ ഇത് എന്താ? കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ മെത്തേഡാണ്. നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? നമ്മുടെ ലബോറട്ടറിയിലുള്ള പ്രിപ്പറേഷൻ മെത്തേഡുകളാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത് നോക്കാം. നേരത്തെ നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചർ പറഞ്ഞ പോലെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ സ്ട്രക്ചറും കൂടി പറയാനുണ്ട്. ഇത് മാംഗനേറ്റ് ആണ്. മാംഗനേറ്റ് എന്ന് പറഞ്ഞത് എന്തെന്നാ? പാരാമാഗ്നറ്റിക് നേച്ചർ ആണ് ഇത് കാണിക്കുക. മാഗ്നേറ്റ് എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആയിരിക്കും, ഓർത്തിരിക്കണം. ഇത് വൺ പെയർ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇതെന്താ? ഇത് ഡയാമാഗ്നറ്റിക് ആണ്. മാംഗനേറ്റ് എന്ന് പറയുന്നതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറും പെർമാംഗനേറ്റിന്റെ കളർ പർപ്പിൾ കളറും ആണ്. മാംഗനേറ്റിന്റെ MnO4 2- ആണ് എന്ത്? മാംഗനേറ്റ്. MnO4 2- രണ്ട് ഓക്സിജൻ മൈനസ് ആണ്. അപ്പൊ ഇത് പാരാമാഗ്നറ്റിക് നേച്ചർ ആണ് എന്ത് കാണിക്കുക? മാംഗനേറ്റ് അയൺ കാണിക്കുന്നത്. അത് എന്ത് കളറിലാണ് പ്രസന്റ് ആയിരിക്കുന്നത്? ഗ്രീൻ കളറിലാണ് പ്രസന്റ് ആയിരിക്കുന്നത്. പെർമാംഗനേറ്റ് ആണെങ്കിലോ പർപ്പിൾ കളറിലാണ് പ്രസന്റ് ആയിരിക്കുന്നത്. ഇതെന്താ? MnO4- ആണത്. MnO4 2- ആണത്. ഇത് പർപ്പിൾ കളറിലും ഇതെന്താണ്? ഗ്രീൻ കളറിലും. ഇത് പാരാമാഗ്നറ്റിക് ആണ്, ഇതെന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. ഇതൊക്കെയാണ് സ്ട്രക്ചറിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ, പെർമാഗ്നേറ്റിന്റെ സ്ട്രക്ചറിനെ പറ്റി ചോദിക്കുമ്പോൾ പറയാനുള്ള കാര്യങ്ങളാണ് എന്ത്? ഇത് മാഗ്നേറ്റിന്റെ സ്ട്രക്ചറും പെർമാഗ്നേറ്റിന്റെ സ്ട്രക്ചറും. MnO4 ഇത് 2- ആണ്. ഇതെന്ത് കളറാണ്? ഗ്രീൻ കളറാണ്. ഇതെന്തെന്നാ? പർപ്പിൾ കളറാണ്. ഇത് MnO4- ആണ്, ഡയാമാഗ്നറ്റിക് നേച്ചർ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇത് പർപ്പിൾ കളർഡ് ആയിട്ടുള്ള KMnO4 എന്ന് പറയുന്നത് എന്താണ്? പർപ്പിൾ കളർ ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സോളിഡ് ആണ്. പിന്നെ ഇത് വാട്ടറിൽ സൊല്യൂബിൾ ആണ്, ഫെയർലി സൊല്യൂബിൾ ആണെന്ന് നമുക്ക് പറയാം. പിന്നെ പവർഫുൾ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ നമ്മൾ ഓക്സിഡൈസിങ് റിയാക്ഷൻ നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കേസ് എന്ന് പറയുന്നത് എന്താണ്? പർപ്പിൾ കളറാണ്. പർപ്പിൾ കളറാണെന്ന് പറയാം. പർപ്പിൾ കളറായിട്ടുള്ള എന്തെന്നാ? ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. പർപ്പിൾ കളറായിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് ആര്? നമ്മുടെ KMnO4. പർപ്പിൾ കളർഡ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡ് ആണ് KMnO4 എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഇത് ഫെയർലി സൊല്യൂബിൾ ഇൻ വാട്ടർ. ഫെയർലി സൊല്യൂബിൾ ഇൻ വാട്ടർ ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിസിൻഫെക്റ്റന്റ് ആണ്. പിന്നെ എന്തൊക്കെ പറയാം? ഇത് ഓക്സിഡൈസിങ്, പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇതിനെ പോലെ തന്നെ നമ്മുടെ K2Cr2O4 ഡൈക്രോമേറ്റിനെ, പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പോലെ തന്നെ ഇതെന്താണ്? പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആര്? നമ്മുടെ KMnO4. ഇത്രയും പ്രോപ്പർട്ടീസും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. സ്ട്രക്ചറും പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? നോക്കിക്കേ. ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്താ? ഓക്സിഡേഷൻ റിയാക്ഷൻ
ആസിഡിഫൈ ആയിട്ടുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ ഓക്സിഡൈസിങ് റിയാക്ഷൻ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇത് KMnO4 ആസിഡിഫൈഡ് ആയിട്ടുള്ള KMnO4ന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് ഇനി പറയുന്നത്. എങ്ങനെയുള്ളതാണ്? ആസിഡിഫൈ ചെയ്ത പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ. എങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്ത് നോക്കിക്കേ. ഓക്സലേറ്റുകളെ കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് മാറ്റുന്നുണ്ട്, ഫെറസിനെ ഫെറിക് ആക്കി മാറ്റുന്നുണ്ട്, നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നുണ്ട്, അയഡൈഡിനെ അയഡിൻ ആക്കി മാറ്റുന്നുണ്ട്. അപ്പൊ ഓക്സലേറ്റുകളെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നത് ഓക്സിലേറ്റിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കിക്കേ, ഫെറസ് Fe2+ എന്താക്കി മാറ്റുന്നുണ്ട്? Fe3+ ആക്കി മാറ്റുന്നുണ്ട്. ആരാണ് മാറ്റുന്നത്? ആസിഡിഫൈഡ് ആയിട്ടുള്ള KMnO4 ആണ് മാറ്റുന്നത്. അത് ഓർക്കണം, ആസിഡിഫൈഡ് ആയിട്ടുള്ള KMnO4ന്റെ റിയാക്ഷൻ ആണ്. നേരത്തെ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അയഡിനെ അയഡൈഡ് ആക്കി മാറ്റുന്ന കേസുകളൊക്കെ ഇല്ലേ, ഫെറസിനെ ഫെറിക് ആക്കി മാറ്റുന്ന. അതേപോലെ തന്നെ KMnO4ന്റെ കേസാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഫെറസിനെ ഫെറിക് ആക്കി മാറ്റുകയാണ്. നൈട്രൈറ്റിനെ എന്താക്കി മാറ്റുന്നു? നൈട്രേറ്റുകളാക്കി മാറ്റുന്നത്. നൈട്രൈറ്റിനെ നൈട്രേറ്റ് NO3- ആക്കി മാറ്റുന്നു, NO2നെ NO3 ആക്കി മാറ്റുന്നു. പിന്നെന്താ? അയഡൈഡിനെ ഫ്രീ ആയിട്ടുള്ള അയഡിൻ ആക്കിയാണ് മാറ്റുന്നത്. അയഡൈഡിനെ എന്താക്കി മാറ്റുന്നു? ഫ്രീ ആയിട്ടുള്ള അയഡിൻ ആക്കി മാറ്റുന്നു. അപ്പൊ നേരത്തെ നമ്മൾ ആസിഡിഫൈഡ് ആയിട്ടുള്ള ഡൈക്രോമേറ്റിന്റെ കേസ് പറഞ്ഞതും ഇതും കൂടി എന്ത് ചെയ്യുക? കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. രണ്ടിനെയും കൂടി കമ്പയർ ചെയ്ത് പഠിച്ചതിന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പൊ നോക്കിക്കേ, ഫെറസിനെ ഫെറിക് ആക്കുന്നു, ഓക്സലേറ്റിനെ കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് മാറ്റുന്നു, പിന്നെ NO2നെ NO3 ആക്കി മാറ്റുന്നു, അയഡിനെ ഫ്രീ ആയിട്ടുള്ള അയഡിൻ ആക്കി മാറ്റുന്നു, അയഡൈഡിനെ ഫ്രീ ആയിട്ടുള്ള അയഡിൻ ആക്കിയാണ് മാറ്റുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഓക്സിഡൈസിങ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് മനസ്സിലായി KMnO4 എന്ന് പറയുന്ന ആളും എന്താണ്? പവർഫുൾ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഒരു പ്രോപ്പർട്ടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ലേ? പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആര്? KMnO4 എന്ന് പറയുന്ന ആള്. നെക്സ്റ്റ് നമുക്ക് എന്താ പറയാന്നുള്ളത്? യൂസസ് ആണ് പറയാനുള്ളത്. നമ്മുടെ യൂസസ്, KMnO4ന്റെ യൂസസ്. അപ്പൊ അതോ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർത്ത് വയ്ക്കുക. പിന്നെന്താണ്? ഡിസ്ഇൻഫെക്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ എവിടെയാണ് നമ്മുടെ സിൽക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, സിൽക്ക് വൂൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിന് യൂസ് ചെയ്യുന്നു? ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, നമുക്ക് എഴുതാം. ബ്ലീച്ചിങ് ഓഫ് വൂള്, പിന്നെന്തൊക്കെയാണ്? നമ്മുടെ സിൽക്ക്, കോട്ടൺ, നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലെല്ലാം നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലീച്ചിങ് ഓഫ് വൂൾ, സിൽക്ക്, കോട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങൾ ബ്ലീച്ചിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡീകളറൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിൻ്റെയൊക്കെയാണ്? ഓയിൽസിന്റെ എല്ലാം, ഓയിൽസിന്റെ ഡീകളറൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ച പ്രോപ്പർട്ടീസും യൂസസിൽ പറയാവുന്നതാണ്. ഇൻ അഡീഷൻ വിത്ത് ഇതും കൂടി നമ്മൾ ആഡ് ചെയ്തേക്കുക. ഇത്രയുമാണ് നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ യൂസസ് ആയിട്ട് പറയുന്നത്. ഇനി നമ്മളിപ്പോ ഓവറോൾ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ പറ്റിയിട്ട് 2 കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്നാണ് നോക്കിയിരുന്നത്. ഇനി ഡി ബ്ലോക്ക് എലമെന്റ്സിലെ നമുക്ക് പറയാനുള്ള ഈ ആപ്ലിക്കേഷൻ, ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കുറച്ച് ആപ്ലിക്കേഷനും കൂടി പറഞ്ഞ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയിട്ടുള്ള സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതിനുശേഷം എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കൂടി പറഞ്ഞതിന് ഈ ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നോക്കിക്കേ. DIO നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? പിഗ്മെന്റ് ഇൻഡസ്ട്രീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. MnO2 നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രൈ സെൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്. സിങ്ക്, നിക്കൽ, കാഡ്മിയം പോലുള്ളത് ബാറ്ററി ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെന്താ? ഗ്രൂപ്പ് 2 എലമെന്റ്സ്, ഗ്രൂപ്പ് 2ലുള്ള എലമെന്റ്സ് എന്താണ്? കോയിനേജ് മെറ്റൽ, കോയിൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രൂപ്പ് 2ലുള്ള എലമെന്റ്സ് ആണ്. പിന്നെന്താണ്? കാറ്റലിസ്റ്റുകളായിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സോ ഗ്രൂപ്പ് 2 അല്ലാട്ടോ, ഗ്രൂപ്പ് 11ലാണ്. ഗ്രൂപ്പ് 11ലുള്ള എലമെന്റ്സ് ആണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്? നമ്മുടെ കോയിൻ ഉണ്ടാക്കുന്ന മെറ്റൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓവറോൾ ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് നമുക്ക് മോസ്റ്റ് കാറ്റലിസ്റ്റുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിയാക്ഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് പറഞ്ഞത്. കുറേ അധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക? ഓർത്ത് വെച്ചേക്കുക. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ആപ്ലിക്കേഷനും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സെക്ഷനിൽ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റി പറയാം. ഓക്കെ അല്ലേ? ബൈ.